അങ്ങനെ ദേ ദുബായിലെത്തി. ഇനിയിപ്പോൾ നേരെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ എയർപോർട്ടിൽ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത് ഫോർച്യൂൺ ടൂർസ് ആയിരുന്നു. അപ്പോൾ ഫോർച്യൂൺ ടൂർസ് ത്രൂ ആണ് നമ്മൾ ഈ 4 ദിവസത്തെ ദുബായ് ട്രിപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരാണ് നമുക്ക് ഈ ഐറ്റിനറി എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഹോട്ടലും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് തന്നത് ഈ ഫോർച്യൂൺ ടൂർസാണ്. അപ്പോൾ ഇവർ ത്രൂ ആണ് നമ്മൾ ഈ 4 ദിവസം ദുബായിൽ അടിച്ചു പൊളിക്കുന്നത്. അപ്പോൾ നമ്മളെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതും തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്നതും എല്ലാം ഇവരാണ്. അപ്പോൾ ഇവർ ഓരോ വണ്ടി വിടും. അങ്ങനെ നമ്മൾ ആ വണ്ടി പോവും, സ്ഥലം എല്ലാം കാണും, തിരിച്ച് നമ്മളെ അവർ ഡ്രോപ്പ് ചെയ്യും. എൻ്റെ പൊന്നോ, ദുബായി ചെന്ന് ആ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള ചൂട്, തീ കോരിയിട്ട ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. ശരീരത്തിൽ തീ കോരിയിട്ട ഫീലായിരുന്നു. ഒന്നാതിരി ചൂടായിരുന്നു. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴൊരു ആശ്വാസമായത്. എൻ്റെ പൊന്നോ, എൻ്റെ അമ്മയെ എന്തൊരു ചൂടായിരുന്നറിയാമോ. അവിടെയുള്ളവരൊക്കെ പറഞ്ഞു, അവിടെ വണ്ടി ഡ്രൈവറൊക്കെ പറയുമായിരുന്നു, ഇതിപ്പോൾ ചൂട് കുറവാണെന്നൊക്കെ, കുറവുള്ള സമയമാണ്, ഇതൊന്നും അല്ല ചൂടെന്നൊക്കെ. എൻ്റെ പൊന്നെ, ഇതല്ല ചൂടെങ്കിൽ പിന്നെ ഏതാ ചൂടെന്ന് ഞാൻ ഓർത്ത് പോയി കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷേ ചൂടായിരുന്നു സഹിക്കാൻ പറ്റാത്തത്. നമ്മൾ ഈ വണ്ടി കയറുന്നിടം വരെ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ ചൂടെന്ന് പറഞ്ഞാൽ